കേരളത്തിലെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത കേസാണ് മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിനെ കൊലപ്പെടുത്തിയ സംഭവം. മൃതദേഹമോ അവശിഷ്ടങ്ങളോ ലഭിക്കാതിരുന്ന കേസിൽ കൊലപാതകം നടന്ന് 4.5 വർഷത്തിനുള്ളിൽ പ്രതികൾക്ക് ശിക്ഷ ലഭിച്ചു എന്ന മറ്റൊരു അപൂർവത. മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫിന് 13 വർഷവും 9 മാസവും തടവാണ് ശിക്ഷ. രണ്ടാം പ്രതി ഷിഹാബുദ്ദീൻ 8 വർഷവും 9 മാസവും, 6-ാം പ്രതി നിഷാദ് 5 വർഷവും 9 മാസവും തടവ് ശിക്ഷ അനുഭവിക്കണം. 3 പേരും ചേർന്ന് 3,50,000 രൂപ പിഴയടക്കണമെന്നും കോടതിയുടെ വിധിയിലുണ്ട്. മൃതദേഹമോ മൃതദേഹാവശിഷ്ടമോ ഇല്ലാത്ത പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പിൻബലമില്ലാത്ത ശാസ്ത്രീയ തെളിവുകൾ മാത്രം മുൻനിർത്തിയായിരുന്നു ഷാബാസ് ഷെരീഫ് വധക്കേസിൽ പോലീസിന്റെ കുറ്റപത്രം. ഇത് അംഗീകരിച്ചാണ് പ്രതികൾക്ക് തടവ് ശിക്ഷയും പിഴയും വിധിച്ചുള്ള കോടതി ഉത്തരവ്. മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ഗൂഢാലോചന, തടവിൽ വയ്ക്കൽ, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇതുപ്രകാരം 13 വർഷവും 9 മാസവുമാണ് ഷൈബിൻ അഷ്റഫ് ശിക്ഷ അനുഭവിക്കേണ്ടത്. ഗൂഢാലോചന, തട്ടിക്കൊണ്ടുപോകൽ, തടവിൽ വയ്ക്കൽ, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾക്ക് ശിക്ഷയായി 2-ാം പ്രതി ഷിഹാബുദ്ദീൻ 8 വർഷവും 9 മാസവും തടവാണ് വിധിച്ചത്. 6-ാം പ്രതി നിഷാദിനെതിരെ ഗൂഢാലോചന, തടവിൽ വയ്ക്കൽ, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞു. നിഷാദ് 5 വർഷവും 9 മാസവും ശിക്ഷ അനുഭവിക്കണമെന്നും കോടതി വിധിച്ചു. ഈ ശിക്ഷാവിധി വ്യത്യസ്തമായിട്ട് തന്നെ അനുഭവിക്കണം. ഓരോന്നും വ്യത്യസ്തമായിട്ട് അനുഭവിക്കണം. ഒന്നിച്ച് അനുഭവിച്ചാൽ പോരാ. അപ്പോൾ മൊത്തം 13 വർഷവും 9 മാസവുമാണ് ഒന്നാം പ്രതിക്ക് ഈ കേസിൽ കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 2-ാം പ്രതിയെ സംബന്ധിച്ചിടത്തോളം മൊത്തം 8 കൊല്ലവും 9 മാസവും. ഇതും ഓരോന്നും ഒന്നിച്ചനുഭവിച്ചാൽ പോരാ, എല്ലാ ശിക്ഷാവിധികളും സെപ്പറേറ്റ് ആയിട്ട് അനുഭവിക്കേണ്ടതുണ്ട്. അപ്പോൾ മൊത്തം ശിക്ഷ 8 കൊല്ലവും 9 മാസവുമാണ്. പിന്നെ 6-ാം പ്രതി നിഷാദിന് 120B പ്രകാരം 2 വർഷം, 347 പ്രകാരം 3 വർഷം, 201 പ്രകാരം 9 മാസം. അതായത് മൊത്തം 5 കൊല്ലവും 9 മാസവും. വിശദമായ വിധിപ്പകർപ്പ് ലഭിച്ച ശേഷം അപ്പീൽ പോകുന്നതിനെക്കുറിച്ചും പ്രോസിക്യൂഷൻ ആലോചിക്കുന്നുണ്ട്. ന്യൂസ് 18 മലപ്പുറം.